ജയറാം, ജഗതി, മുകേഷ് എന്നിവർ നർമ്മരസത്തിൽ അവതരിപ്പിച്ച എവർഗ്രീൻ കോമഡി സ്പെഷ്യൽ. അവന്റെ കടവാ നോക്കി പൊട്ടിക്കരുതായിരുന്നു അപ്പൊ തന്നെ. അയ്യോ, ഞാനത് വിട്ടുപോയി, ഓർമ്മിപ്പിച്ചത് നന്നായി. നാട്ടുകാരുടെ മുമ്പിൽ നാറ്റിച്ചില്ലോ അവൻ എന്നെ. അവൻ എന്താ വിളിച്ചു പറഞ്ഞത്? ചെണ്ടകെട്ട് വരവറിയിക്കാൻ അവളത് ജാൻസി റാണിയാണെന്ന്. അവള് ജാൻസി റാണി തന്നെയാ, കൃഷ്ണപുരത്തെ ജാൻസി റാണി. ഒന്ന് വിളംബരം ചെയ്തപ്പോ അവന് കൊണ്ടെങ്കിൽ വരവേൽപ്പ് കാണുമ്പോ കൃഷ്ണപുരം ഗ്രാമത്തെ പുളകം കൊള്ളിക്കുന്ന വരവേൽപ്പായിരിക്കണം. എടാ, വക്കീൽ പരീക്ഷ ഒന്നാണെങ്കിൽ പാസ്സായിട്ട് അവള് വരുന്നത്. സെയിം ചെയ്യൂ. 4 ആളെ വിളിച്ചറിയിക്കുന്നത് നമുക്ക് അഭിമാനമല്ലേ? അത് പിന്നെ പറയണോ? നമുക്ക് പൊളിച്ചടുക്കാം മുതലാളി. നമ്മൾ എവിടെയാ നിർത്തിയത്? ജാൻസി റാണി. ജാൻസി റാണി എഴുതാ. മുതലാളി, ഈ ജാൻസി റാണിക്ക് പൂച്ചയുടെ ഇച്ഛയാണോ അതോ കൂജയുടെ ഇച്ഛയാണോ? ഓച്ചൻ കർണന്റെ ഇച്ഛ. എടാ ഗോപ്പെ, സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ. അങ്ങനെ പറ, എന്നാൽ എനിക്ക് മനസ്സിലാവും. മുത്തുകുട 50, വർണ്ണക്കാവടി 30, ഉഴങ്കര പ്രഭാരം മുന്നി വേണം. അതാരി നിന്റെ അമ്മായിയപ്പൻ. എടാ, പറങ്ങോട്ട് കാവിലെ കൊമ്പൻ. നെറ്റിപ്പെട്ടോ വെഞ്ചാമരോ മസ്റ്റ്. പിന്നെ താലപ്പൊലി ഏന്തിയ തരുണീമണികൾ. എല്ലാം കൂടി കൃഷ്ണപുരം കവല ഒരു പൂരപ്പറമ്പാക്കണം. അയ്യോ, മുതലാളി ഒന്നും മറന്നു. മുതലാളിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം കതിരാവേടി. അതും മറന്നു. എഴുത് കതിര 1001. നിതംബം കുലുങ്ങുമാർ. നിതംബല്ല, ദിഗന്ധങ്ങൾ. അതെ, ദിഗന്ധങ്ങൾ കുലുങ്ങുമാർ. അത് പൊട്ടണം. അത് കേട്ട് നാട്ടുകാർ ഞെട്ടണം. അത് പൊട്ടിയത്. അപ്പൊ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. സംഗതി ഏക്കണം. സംഗതി ഏറ്റ ഇന്ന് രാത്രി എല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കുന്നു. കള്ളിന് കള്ള, ശാപ്പാടിന് ശാപ്പാടോ, അങ്ങനെ എല്ലാം. സുലൈമാൻ, എന്തായി? എവരിതിങ് ഓക്കെ. മൊത്തം എത്ര കതിനെയാ പറഞ്ഞത്? 1001. ഒരാൾക്ക് 10 വെച്ച കണക്ക്. അങ്ങനെ മൊത്തം 100. ഓക്കെ. നീ എത്ര കുടിച്ചു? ഞാൻ 4. പന 2, തെങ്ങ് 2. കള്ളിന്റെ കാര്യമല്ല, ഇത് എത്ര കുടിച്ചെന്നാ ചോദിച്ചത്? 3.5. നിന്റെ അണ്ടാവിനൊന്നും പോരല്ലോ മോനെ. 10 കഥനക്ക് തികയണം. അതെ, മൊത്തം 1001 കഥനയല്ലേ? നമ്മൾ 100 × 10 1000, ബാക്കി ഒരു കഥന. കേറി പൊടി കൊടുന്ന്. സുലൈമാനെ, മറ്റേ സാധനം റെഡിയല്ലേ? ഓഡിയോ കാസ്റ്റ് അല്ലേ? അതിവന്റെ ഭദ്രമായിട്ടിരിക്കല്ലേ? എവരിതിങ് ഓക്കെ. അപ്പൊ നമുക്ക് അതെ, സംഭവം ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? അത് പിന്നെ കഥനയുടെ സൈസ് അനുസരിച്ചിരിക്കും. പോകോളൂ. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരി സഹോദരന്മാർ, പുറം നാട്ടിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി കൃഷ്ണപുരം ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന കുമാരി സത്യഭാമ ഈ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ വമ്പിച്ച ഖരഘോഷത്തോടുകൂടി ആ പുണ്യവതിയെ സ്വീകരിച്ച് ആനയിക്കണമെന്ന് വിനയാനുവിനായി ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. സ്വീകരണ ചടങ്ങിനെ കുറിച്ചുള്ള കാര്യപരിപാടികൾ വിശദീകരിക്കുവാൻ ഞാൻ ശ്രീമാൻ കൊപ്രാപുരയ്ക്കൽ കർണനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് നടക്കുന്ന സമൂഹ സത്യയിൽ എല്ലാവരെയും എല്ലാ നാട്ടുകാരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മേളം മുഴങ്ങട്ടെ. സത്യഭാമേ, ശ്രീരാളി വന്നതിൽ അച്ഛന്റെ സന്തോഷം. മോളെ, 1001 കഥനെയാണ് പൊട്ടാൻ പോകുന്നത്. റെഡി, ഒഴിച്ചോടാ. കതിര പൊട്ടുന്നില്ല. എന്തോ സംഭവിച്ചു? മോളെ, വിട്ടോട്ട് വെക്കോ. അവനെ മൂക്കൊണ്ട് ഇച്ഛ വരപ്പിക്കും ഞാൻ. കഷ്ടത്തിന്റെ സായാണോ പശത്തിന്റെ സായാണോ? നാട്ടുകാരുടെ മുന്നേ എന്നെ മോളെ ഇച്ഛ വരപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുമെന്ന് ഞാൻ കരുതിയില്ല. നാട്ടുകാരുടെ ആ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് മോക്ക് ഒരു മതിപ്പ് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ചെയ്തതാ. നനഞ്ഞു പോയി. ഇപ്പൊ നല്ല മതിപ്പായല്ലോ. അവളെ ഞാൻ സമാധാനിപ്പിക്കാം. മോളവിടെ ഞാൻ തെറ്റിദ്ധരിച്ചു.
മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക. മോളെ ഭാമ ഒന്ന് വാതിൽ തുറക്ക്. അച്ഛൻ പറയുന്നത് ഒന്ന് കേക്ക് മോളെ. അച്ഛൻ പറയുന്നത് കേൾക്ക് മോളെ. മോക്ക് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്തം വേണേലും അച്ഛൻ ചെയ്യാം. മീശ പഠിക്കണോ? പഠിക്കാം. തല മൊട്ടയടിക്കണോ? പഠിക്കാം. തല മൊട്ടയടിച്ച് തലയിൽ ചന്ദ്രൻ തേച്ച് തീക്കുഴി നടക്കണം. വേണമെങ്കിൽ അതും ചെയ്യാം. മോളെ, കാലം കുറയായി ആ പാർത്ഥം കാരണം ഈ അച്ഛൻ അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് നാണക്കേടിനും ഒന്ന് പകരം വീട്ടാൻ നോക്കി പോയി. അതെ, പകരം വീട്ടാൻ തക്കവണ്ണമുള്ള ഒരു തെറ്റും അച്ഛനോട് പാർത്ഥേട്ടൻ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ പെങ്ങളുടെ മോനല്ലേ, പോരെങ്കിൽ എന്റെ മുറച്ചെറുക്കനും. മോളെ, അവൻ മുറച്ചെറുക്കനല്ല, കുറുക്കനാ. കാലൻ, കരിങ്കാലൻ. അച്ഛന്റെ ഉയിലെടുക്കാൻ അവൻ കാലവാസം കൊണ്ട് നടക്കുക. അതെ, ദൈവങ്ങളെ തെറി പറഞ്ഞു നടന്നിരുന്ന അവനിപ്പോ ക്ഷേത്രഭരണം കിട്ടണം. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രത്തിന്റെ താക്കോൽ അച്ഛന്റെ വസൂലാക്കി അതിനകത്തുള്ളത് മുഴുവൻ കട്ടുപിടിക്കണം. എന്നിട്ട് ആ പഴി അച്ഛന്റെ തലയിൽ ചാരി എന്നെ അകത്താക്കണം. അത് അവന്റെ ലക്ഷ്യം. അതെ, ഇതൊന്നും അറിയാതെയാണ് മോൾ അച്ഛന് പഴി ചാരുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ ഇന്ദിരാജി എന്ന പോലെ, സുൽഫിക്കർ അലി ഭൂട്ടോയ്ക്ക് ബേനസീർ എന്ന പോലെ അച്ഛന്റെ പിന്നിലെ ശക്തിയായി നിന്നെ നിർത്തി അവനോട് പകരം വീട്ടാമെന്ന് അച്ഛൻ കണക്കുകൂട്ടി. അതിനാ ഇതൊക്കെ ചെയ്തത്. വേണ്ട, എല്ലാം അവസാനിപ്പിച്ചേക്കാം. താക്കോൽ കൊടുത്ത് ഭരണം ഏൽപ്പിക്കാം. എല്ലാം കട്ടുമുടിക്കട്ടെ. എന്നിട്ട് പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ ഈ ഫൽഗുനൻ തമ്പി ഈ ചെറിയ വീട്ടിലെ ഏതെങ്കിലും ഒരു ഇടനാഴിയിൽ ജീവിതകാലം മുഴുവൻ ചുരുട്ട് കുടിക്കൊള്ള. ആ ദയനീയ ദൃശ്യം കണ്ടു നിൽക്കാനുള്ള കരുത്തി കരുതലില്ല. പതറരുത്. വാണമുട്ടവല്ല, എങ്ങോട്ടാണ് ഓടുന്നത്? അവൻ വന്നിട്ടുണ്ട്. തള്ളയുടെ മുമ്പിൽ ചെന്നിട്ട് പേച്ച് വെച്ചിട്ട് പറഞ്ഞില്ലേ പേച്ചണ്ടേ? പേച്ചണം. എവിടെ? അവിടെ. എല്ലാം ഇറക്കി വെക്ക്. സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിറക്കി വെക്കണം. മനസ്സിലായോ? എല്ലാം കൃത്യമായിട്ട് ഇറക്കി വൈ. ഇവനിതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു? നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കും വാർത്ത. പൈന്റ്, പെയിന്റ്, സെറ്റുമുണ്ട്, എല്ലാം എത്തിക്കഴിഞ്ഞു. ഇതേത് ശബ്ദം? ഏത് ശബ്ദം? ഈ ശബ്ദം. അത് അവന് ശബ്ദം അതല്ലെന്ന്. ആ ശബ്ദത്തിന് എന്തൊരു മാറ്റം? അത് ചിലപ്പോ മഞ്ഞു കൊണ്ടാ. അതൊന്നും അല്ലെന്ന്. പിന്നെ മെല്ലെ മെല്ലെ. എന്തുവാടേ പറഞ്ഞത് കേട്ടില്ലേ? വന്ന് സഹായിച്ചാട്ടെ. കേട്ടില്ലേ? ഇത് അവന്റെ ശബ്ദം പോലെയാണോ? അവന്റെ ശബ്ദം ഒരുമാതിരി അവനെ പോത്ത് കരയുന്ന പോലെയല്ലേ? ശരിയാണല്ലോ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കരുണ, ഒന്നുകൂടെ പറഞ്ഞേ. എന്ത്? ഒന്നുകൂടെ നീട്ടി പറയാൻ. എന്ത്? അങ്ങനെ നീട്ടി പറയാനല്ല പറഞ്ഞത്, ഒന്നുകൂടെ വലിച്ചു പറയാൻ. ഡയലോഗ് വലിച്ചു നീട്ടി പറയാൻ ചരിത്രമാണോ? ഒരു ഇനി ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മുടെ മാധവേട്ടന്റെ ശബ്ദമല്ലേ? അതെങ്ങനെ ഇവര് കിട്ടി? ഇനി രണ്ടിന്റെ അച്ഛനൊന്നായിരിക്കോ? അച്ഛനൊന്നായതുകൊണ്ട് ശബ്ദം രണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. എന്ത്? അവന്റെ അച്ഛൻ ഒന്നാണോന്ന്. കരുണ, ഒരു സംശയം. നിന്റെ അച്ഛൻ ഒന്നാണോ? അല്ല, 9. അയ്യ, അതല്ല, നിന്റെ മാധവേട്ടന്റെ അച്ഛൻ ഒന്നാണോ? അതെ അതെ, ഒന്നാ. സാധനങ്ങളെല്ലാം അടുക്കി വെക്കണം. അപ്പൊ പൂങ്കൊടി, അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ എന്നുവെച്ചാ? ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക, കെ എന്ന് പറഞ്ഞാൽ കഴിയുക. അവരൊന്നിച്ച് കഴിയട്ടെന്ന്. അല്ല മാധവേട്ടാ, ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ്. കെട്ട് നാളെ അല്ലേ? ഇന്ന് ഡേറ്റിംഗ്. ഡേറ്റിംഗോ? ആ, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ. ഓഹോ. ആദ്യം ഡേറ്റിംഗ്, പിന്നെ വെഡിങ്. ഇത് കലികാലമല്ലേ സുലൈമാനെ? എല്ലാം തല തിരിച്ചു വേണം. ഇട നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന പ്രമാണം. ഇങ്ങനെ ഒരു പേടിച്ചു തോറി. നീ എങ്ങോട്ടാ? ഒരു കമ്പനിക്ക്. പ്രിയമുള്ള നാട്ടുകാരെ, നിങ്ങളുടെ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ഈ കൊപ്രാപുരക്ക് കരുണൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ കൃഷ്ണപുര ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിങ്ങളിൽ ഒരുവനായി കർമ്മനിരതനായി കഴിയുന്ന ഫൽഗുനൻ തമ്പിയുടെ ഏക മകൾ സത്യഭാമ. ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ 6 തരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത്. ദുർഭരണം നടത്തുന്നവരെ, ഭക്ഷണത്തിൽ മായം കലർത്തുന്നവരെ, അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങോരോ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും ഇന്നും എന്നും പ്രശസ്തനായ വിപ്ലവകാരി കൃഷ്ണൻ തന്നെയാണ്. ഇന്ന് അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചിട്ട് തന്നെ കാര്യം. അല്ല, കരുണന്റെ കീഴടക്കി ഒരു ചെമ്പനീർ പൂവിന്റെ സൗരഭ്യം പടർത്തി കൃഷ്ണപുര ഗ്രാമത്തിന്റെ അഭിമാനമായി മടങ്ങിയെത്തുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഫൽഗുനൻ തമ്പിയുടെ മകൾ കുമാരി സത്യഭാമയ്ക്ക് വർണ്ണോഷ്മളമായ വരവേൽപ്പ് സ്വീകരിക്കണമെന്ന് എല്ലാ നല്ലവരായ നാട്ടുകാരോടും. ആർക്കാണ് ഇവിടെ സ്വീകരണം?
വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗ ശൃംഖല കീഴടക്കി പോലും ആ കള്ളത്തമ്പിയുടെ കാശിന്റെ ബലത്തിൽ എവിടെയോ വക്കീൽ പരീക്ഷ പാസ്സായി വന്നൊരു പിറപ്പെണ്ണ്. ഭർത്താവ് വേണ്ട, തമ്പി അങ്ങൊന്നിന്റെ അടുത്ത് കളി വേണ്ട. ഇനി അങ്ങോട്ട് അങ്ങൊന്നും വെറും തമ്പിയല്ല, വലുതാ വക്കീലിന്റെ അച്ഛൻ തമ്പിയാ. അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വിവരം കേട്ടവന്റെ ഗീർവാണം കേട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വീകരണം കൊടുക്കാൻ അവളാരാ? ഈ ശ്രീകൃഷ്ണപുരത്തെ ഝാൻസി റാണിയോ? കണ്ണേറ്റിങ്കരയിലെ കുഞ്ഞേട്ടൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ ഇവിടെ ആരെങ്കിലും സ്വീകരണം കൊടുത്തോ? മാതൃഭൂമിക്ക് വേണ്ടി പോരാടി ശത്രുപക്ഷത്തെ നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് തിരിച്ചെത്തിയ വീരജവാൻ കറിയാച്ചന് നമ്മുടെ നാട് എന്ത് സ്വീകരണമാണ് നൽകിയത്? 1000 പാവങ്ങൾക്ക് സക്കാത്ത് നൽകി ഹജ്ജിന് പോയി തിരിച്ചെത്തിയ മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർക്ക് ഇവിടെ ആരും സ്വീകരണം നൽകിയില്ല. പിന്നെയാണ് അറുത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൺപൂര് പോയി പരീക്ഷ പാസ്സായി വന്നതിന് സ്വീകരണം. എടുത്തുകൊണ്ട് പോടാ മൈക്കും കോപ്പും. പ്രിയമുള്ള സഹാക്കളെ,